പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഈ പ്രസംഗം സ്വാതന്ത്ര്യ പുലരിയിൽ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇത് ആരുടെ പ്രസംഗമാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. അന്ന് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളും ജാതി വ്യവസ്ഥകളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമം, ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവയ്പായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയവും. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറായുള്ള ഈ ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ ആകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. 1946 ഡിസംബർ 13-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം നമ്മുടെ ഭരണഘടനയിൽ പിന്നീട് മാറുകയായിട്ടുണ്ടായി. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നുകൊണ്ടാണ്. ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള ഏക തീയതി 1949 നവംബർ 26-ആണ്. ഈ ഭരണഘടന ഒരു പ്രാവശ്യമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 1976-ലാണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. 1976-ലെ 42-ാം ഭേദഗതി പ്രകാരമാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറിയത്. അതുകൂടാതെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിനു പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നായി മാറി. ഈ ഒരു ഭേദഗതി നിലവിൽ വന്നത് ജനുവരി 3, 1977-ലാണ്. അപ്പൊ 1976-ലെ 42-ാം ഭേദഗതി, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ ഭേദഗതി പ്രകാരം ഇത്തരത്തിലുള്ള മാറ്റം ആമുഖത്തിലുണ്ടായി. അത് പ്രാബല്യത്തിൽ വരുന്നത് ജനുവരി 3, 1977-ലാണ്. ലക്ഷ്യപ്രമേയത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനയുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡിസംബർ 6-ന് രൂപീകരിക്കപ്പെട്ടതാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി. 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത്. 1949 നവംബർ 26-ന് അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26-ന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക്
മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ സജീവമായിട്ട് തുടരുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായിട്ടുള്ള രേഖയാണ് നമ്മുടെ ഭരണഘടന. രാജ്യത്തിന്റെ വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ് നമ്മുടെ ഭരണഘടനയുള്ളത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതാണ് പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അടുത്തൊരു സവിശേഷതയാണ് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. നമ്മുടെ ഭരണഘടന ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ് ഉള്ളത്. മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഒരു വ്യക്തിക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. പൗരൻ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണിത് മൗലിക കർത്തവ്യങ്ങൾ. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, അതായത് ലോക്സഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളാണുള്ളത്. ഇതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ കോടതി സംവിധാനം. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അടുത്തതിലേക്ക് പോവാം. ഇന്ത്യൻ ഫെഡറലിസം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ ഒരു സെമിനാർ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരം ഒരു ഭരണ ക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു. എന്താണ് ഫെഡറലിസം എന്ന് നമുക്ക് നോക്കാം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണ് ഫെഡറലിസം. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 1 യൂണിയനും അതിന്റെ ഭൂപ്രദേശവും ആണ് പറയുന്നത്. യൂണിയന്റെ പേരും ഭൂപ്രദേശവുമാണ് 1 പറയുന്നത്. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. അതിൽ തന്നെ 2 സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. 3-ാമത്തതിൽ ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെ പറ്റി പറയുന്നു. സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശം, 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങൾ, ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു. ഇതാണ് ഭാഗം 1, യൂണിയനും അതിന്റെ ഭൂപ്രദേശവും. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം നമ്മൾ വായിച്ചു. ഇത് പ്രകാരം ഇന്ത്യ, അതായത് നമ്മുടെ ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ്. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായിട്ടുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഫെഡറൽ സംവിധാനം സ്വീകരിച്ചതാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. അടിസ്ഥാന സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയുണ്ട്.
ഭരണഘടനയുടെ പരമാധികാരം. ഏക പൗരത്വം അത് മറ്റൊരു സവിശേഷതയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. അപ്പോ ഏതിനാണ് കൂടുതൽ പവർ എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിനാണ് മേൽക്കൈ. പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണുള്ളത്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം തന്നെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷത. ഭരണഘടനയുടെ പരമാധികാരം, അതേപോലെ ഏക പൗരത്വം എന്നിവയൊക്കെ ഇതിന്റെ സവിശേഷതകളായിട്ട് വരുന്നു. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഫെഡറൽ ഘടന. നമുക്ക് ഏഴാം പട്ടിക നോക്കാം. ഏഴാം പട്ടികയിൽ അധികാര വിഭജനമാണ് പരാമർശിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ ഏഴാം പട്ടിക നമുക്ക് നോക്കാം. ഓരോ ലിസ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുള്ള പട്ടികയാണ് ഏഴാം പട്ടിക. യൂണിയൻ ലിസ്റ്റ്, അതേപോലെ സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്, അതായത് കൺകറന്റ് ലിസ്റ്റ്, അതാണ് ഈ സമവർത്തി ലിസ്റ്റ്. പിന്നെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നിങ്ങനെ 4 തരത്തിലുള്ള ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. 3 തരത്തിലുള്ള ലിസ്റ്റുകൾ നമുക്ക് നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. സംസ്ഥാന ലിസ്റ്റിൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ് പട്ടികയിൽ ഉണ്ടാവുക. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ എന്താണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. സമവർത്തി ലിസ്റ്റ് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിലെ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങിയവ ഇതിലുള്ളതാണ്. കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റിലുള്ളതാണ്. അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത് മേൽ പറഞ്ഞ ഈ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതും ആയിട്ടുള്ള വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് പറയുന്നത്. ഇവയിലെ നിയമനിർമ്മാണാധികാരം ആർക്കാണുള്ളത്? കേന്ദ്ര ഗവൺമെന്റിനാണ് ഉള്ളത്. ഉദാഹരണത്തിന് സൈബർ നിയമങ്ങൾ ഒരു അവശേഷിക്കുന്ന അധികാരങ്ങളിൽ പെടുന്നതാണ്. അടുത്തതായി നമുക്ക് അധികാരം വേർതിരിക്കൽ എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഇത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകളാണ്. നമ്മുടെ രാജ്യത്ത് അധികാരത്തെ 3ആയിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായം എന്നിങ്ങനെയാണ് വേർതിരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ഘടകങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. വിവിധങ്ങളായിട്ടുള്ള ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ ഉള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലുപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ജനങ്ങളെയും പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് 2 സഭകളാണുള്ളത്. ഒന്ന് ലോക്സഭ, മറ്റൊന്ന് രാജ്യസഭ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണുള്ളത്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് ആണ്. നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് നിയമനിർമ്മാണമാണ്. പൊതുഖജനാവിന്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക. പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക. ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും.
ഒന്ന് നിയമനിർമ്മാണം, മറ്റൊന്ന് പൊതുഖജനാവിൽ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലുമൊക്കെയാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. അപ്പൊ നമുക്ക് ഓരോ സഭയായിട്ട് ഡിസ്കസ് ചെയ്യാം. ലോക്സഭ, പാർലമെന്റിന്റെ അധോമണ്ഡല സഭയാണെന്ത്? ലോക്സഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് എന്ത്? ലോക്സഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ എത്ര വയസ്സ് പൂർത്തിയാവണം? 25 വയസ്സ് പൂർത്തിയാവണം. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ആര് നേരിട്ടാണ് ലോക്സഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്? ജനങ്ങളാണ്. പാർലമെന്റിന്റെ എന്ത് സഭയാണ്? അധോ മണ്ഡലമാണെന്ത്? ലോക്സഭ. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 2023 തെരഞ്ഞെടുപ്പ് അനുസരിച്ച് 543 അംഗങ്ങളാണ് നമ്മുടെ ലോക്സഭയിലുള്ളത്. അംഗബലം 550 ആണ്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ ആണ് രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ പ്രാധാന്യമുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ധനബില്ലിൽ കൂടുതൽ ധനപരമായ വിഷയങ്ങളിൽ രാജ്യസഭയേക്കാൾ ലോക്സഭയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ. രാജ്യസഭ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ എന്ത് സഭയാണ്? ഉപരിസഭയാണ്. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. ആർക്കാണ് പ്രാതിനിധ്യം? സംസ്ഥാനങ്ങൾക്കാണ്. എന്തിന്റെ ആനുപാതികമായി? ജനസംഖ്യാനുപാതികമായി. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആരാണ് തിരഞ്ഞെടുക്കുന്നത്? MLA-മാരാണ്. ലോക്സഭാംഗങ്ങളെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാംഗമാകാൻ എത്ര വയസ്സ് പൂർത്തിയാവണം? 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? വിരമിക്കുന്നു. ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. അപ്പോ 6 വർഷമാണ് കാലാവധി. ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കഴിയുമ്പോഴും വിരമിക്കുന്നു. ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. 550 ലോക്സഭയുടെ പരമാവധി അംഗബലമാണ്. 2023 ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? രാജ്യസഭയ്ക്കാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായിട്ടുള്ള നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം ഒരു കേവല സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണഘടനാ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായിട്ടുള്ള ബില്ല് തയ്യാറാക്കുന്നത്. അപ്പൊ എന്താണ് ബില്ല്? നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല്. ആരാണ് തയ്യാറാക്കുന്നത്? ഉദ്യോഗസ്ഥരാണ് തയ്യാറാക്കുന്നത്. ആരുടെ മേൽനോട്ടത്തിലാണ്? ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാലാണ് എന്ത് തയ്യാറാക്കുന്നത്? നിയമത്തിന്റെ കരട് രൂപമായിട്ടുള്ള ബില്ല് തയ്യാറാക്കുന്നത്. ബില്ലുകൾ 3 തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം, ഒരു MP
മന്ത്രിയല്ലാത്ത അംഗം. അവർ അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇത് കൂടാതെ പൊതുഖജനാവിലേക്കുള്ള സമാഹരണവും അതേപോലെ ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ധനബില്ലുകൾ അല്ലാത്തത് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. ഇപ്പൊ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെന്റ് ബില്ല്. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഒരു ബില്ല് നിയമമാക്കുന്നതിന് 3 ഘട്ടമാണുള്ളത്. ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. ഒന്നാം വായനയിൽ ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിലും ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ രണ്ടാം വായനയിൽ ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഈ രണ്ടാം വായന നടക്കുന്ന ഈ ഘട്ടം അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. മൂന്നാം വായനയിലാണ് ബില്ല് അംഗീകരിക്കുകയോ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ 3 ഘട്ടമാണ്: ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. ഒന്നാം വായനയിൽ അവതരിപ്പിക്കുന്നു, രണ്ടാം വായനയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ഇത് കമ്മിറ്റി ഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. മൂന്നാം വായനയിലാണ് ഇത് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ എവിടെയും ആവർത്തിക്കപ്പെടും. രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടും. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷമാണ് ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് കൂടി ബില്ല് എന്തായി മാറുന്നു? നിയമമായി മാറുന്നു. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഭരണഘടനാ ഭേദഗതിയാണ്. 61ാം ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം. 18 വയസ്സ് പൂർത്തിയായവർക്ക് ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. അതായത് 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് വോട്ടിന്റെ പ്രായം മാറ്റിയ ഭേദഗതിയാണ് 61ാം ഭരണഘടനാ ഭേദഗതി. 86ാം ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ടുള്ള ഭേദഗതി. 101 GST നിലവിൽ വന്ന ചരക്ക് സേവന നികുതി നിലവിൽ വന്ന ഭേദഗതി. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങൾ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നുണ്ട്. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന് മാത്രമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. അനുച്ഛേദം 368. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഇരു സഭകളുടെയും ബില്ല് നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല. രണ്ട് സഭകൾക്കും ഇടയിൽ ബില്ലിന്മേൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിലോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ആർക്ക് അധികാരമുണ്ട്? ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അപ്പോ നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം പാർലമെന്റിനാണ്. അനുച്ഛേദം 368 പ്രകാരമാണ് ഈ ഒരു അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇനി ബില്ലിന്മേൽ രണ്ട് സഭകൾക്കും ഇടയിൽ തർക്കമുണ്ടെങ്കിൽ സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നമ്മുടെ ഭരണഘടനയ്ക്കിടെ അർത്ഥത്തിനോ അതേപോലെ വാക്കുകൾക്കോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാം? ഇത് അസാധുവാക്കാൻ അധികാരവും ഉണ്ട്. ഭരണഘടനാ ഭേദഗതി 3 ടൈപ്പാണുള്ളത്, 3 രീതി. അയവുള്ള ഭേദഗതിയുണ്ട്, ദൃഢമായ ഭേദഗതിയുണ്ട്, അതിദൃഢമായ ഭേദഗതിയുണ്ട്. 3 തരത്തിലുള്ള ഭേദഗതി. ഒന്ന് അയവുള്ള ഭേദഗതി, മറ്റൊന്ന് ദൃഢമായ ഭേദഗതി, മറ്റൊന്ന് അതിദൃഢമായ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകള്, പൗരത്വം തുടങ്ങിയവ അയവുള്ള ഭേദഗതിയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം. ഇതിന് ഉദാഹരണമാണ് സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്നത്, അതിരുകൾ മാറ്റുന്നത്, പൗരത്വം തുടങ്ങിയവ. ദൃഢമായ ഭേദഗതി ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുന്നതിന് പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണത്തിന് മൗലികാവകാശം, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ ഭേദഗതി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് സഭകളുടെയും പാർലമെന്റിലെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്.
അടുത്തതാണ് അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തിനോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അധികാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റൂ. ഇതിൽ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അതേപോലെ ജനാധിപത്യ നിയമം, ജനപ്രാതിനിധ്യ നിയമം. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? അതിദൃഢമായ ഭേദഗതിയിൽ പെടുന്നതാണ്. അപ്പൊ അയവുള്ള ഭേദഗതിയുണ്ട്, ദൃഢമായ ഭേദഗതിയുണ്ട്, അതിദൃഢമായ ഭേദഗതിയുണ്ട്. ഇവയ്ക്ക് ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത എക്സാമിനൊക്കെ ഇതൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പൊ ഇവിടെ സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം ഏതിൽ വരും? അയവുള്ള ഭേദഗതിയിൽ വരും. 86-ാം ഭരണഘടനാ ഭേദഗതി അത് ഏതിലാ വരുന്നത്? 86-ാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ഭേദഗതി. അത് ഏതിലാ വരുന്നത്? അത് ദൃഢമായിട്ടുള്ള ഭേദഗതിയിലാണ് വരുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഭേദഗതി വരുത്തൽ അത് അതിദൃഢമായ ഭേദഗതിയിലാണ് വരുന്നത്. കൺകറന്റ് ലിസ്റ്റ് വെച്ചാൽ സംസ്ഥാനങ്ങൾക്കും അതേപോലെ കേന്ദ്രത്തിനും അധികാരമുള്ള കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ അതിൽ ഭേദഗതി ചെയ്യാൻ അതിദൃഢമായ ഭേദഗതി അതിലാണ് അത് ഉൾപ്പെടുന്നത്. അടുത്തതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണെന്ത്? കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണെന്ത്? കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണെന്ത്? കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. പക്ഷേ അത് നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പോ തലവൻ ആരാണ്? അധികാരങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പക്ഷെ അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പൊ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ പെടും? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. അതിൽ തന്നെ നാമമാത്ര എക്സിക്യൂട്ടീവ് ആണ് എന്ത്? രാഷ്ട്രപതി. യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആണെന്ത്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. സ്ഥിരം എക്സിക്യൂട്ടീവിലെ ഉദ്യോഗസ്ഥ വൃന്ദമാണ് വരുന്നത്. അതായത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് ഇവയിലൊക്കെ പെടുന്ന ഉദ്യോഗസ്ഥരാണ് എന്തിൽ പെടുന്നത്? സ്ഥിരം എക്സിക്യൂട്ടീവിൽ പെടുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്ന നാമമാത്ര എക്സിക്യൂട്ടീവിലുള്ള രാഷ്ട്രപതി നമുക്ക് നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണെന്ത്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. പരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം ആര് പ്രവർത്തിക്കാൻ? രാഷ്ട്രപതി പ്രവർത്തിക്കാൻ. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാവാൻ 35 വയസ്സ് പൂർത്തിയാവണം. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. നോക്കണം, പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെയും സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് ആരുടെ ചുമതലകൾ? രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കപ്പെടുന്നത് അത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ചുമതലകൾ നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുമായുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രവർത്തിക്കുക എന്നത് പ്രധാനമന്ത്രിയുടെ ധർമ്മമാണ്. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. ഇത്രയാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകളും മറ്റു കാര്യങ്ങളും. മന്ത്രിസഭയുടെ ചുമതലകൾ: 1. രാജ്യഭരണം നിർവഹിക്കുക.
മറ്റൊന്ന് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. ഭരണപരവും ക്ഷേമപരവുമായിട്ടുള്ള മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഒരു മന്ത്രിസഭയുടെ ചുമതലകളാണ് ഇത്രയും കാര്യങ്ങൾ. സ്ഥിരം കാര്യനിർവഹണ വിഭാഗം ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധിയുള്ളവർ കൊണ്ടാണ് ഇവരെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അടുത്തത് നീതിന്യായ വിഭാഗമാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണിത് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്ന് അറിയപ്പെടുന്നു. ഭരണഘടനയുടെ കാവലാൾ നീതിന്യായ വിഭാഗം. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പിരമിഡിൽ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുന്നു, അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. താഴേക്ക് വരുമ്പോൾ കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഏറ്റവും മുകളിലായിട്ട് സുപ്രീം കോടതി, അതിന് താഴെയായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോടതികൾ, അതിനും താഴെയായിട്ട് ജില്ലാ കോടതി, അതിനും താഴെ കീഴ്ക്കോടതി. സുപ്രീം കോടതി നമ്മുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. 65 വയസ്സാണ് കാലാവധി, അതിനു മുമ്പായിട്ട് നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും ആർക്കു മുമ്പാണ്? രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. ഒന്ന്, ഉത്ഭവാധികാരമാണ്. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണത്തിന് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ, അത് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളിൽ പെടുന്നതാണ് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഉപദേശക അധികാരം, രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. റിട്ടധികാരം, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. പ്രധാനമായിട്ടും 5 റിട്ടാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ, കോവാറന്റോ തുടങ്ങിയ 5 റിട്ടുകളാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. പുനരവലോകന അധികാരം, ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അതായത് പുനരവലോകന അധികാരം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് ഏത് അധികാരമാണെന്ന് ചോദിച്ചാൽ നീതിന്യായ പുനരവലോകന നിയമമാണ്, അധികാരമാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും, ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായിട്ട് വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായിട്ടുള്ള ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ കുറച്ചധികം സമയം ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.